പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഗമനകാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച, സന്തോഷത്തിൻ്റെ ഞായറാഴ്ച. അതിനുള്ള കാരണം എന്താണെന്ന് 1-ാമത്തെ വായന നമ്മളോട് പറയുന്നുണ്ട്. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു, ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഈ ഒരു അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൻ്റെ കാരണം. കർത്താവ് ഇത്ര അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഞായറാഴ്ച പ്രത്യേകമായിട്ട് സന്തോഷത്തിൻ്റെ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കാൻ. ഇന്ന് കത്തിക്കുന്ന തിരിയുടെ കളർ പോലും വ്യത്യാസമുണ്ട്. സാധാരണ ഇങ്ങനെ വയലറ്റ് തിരി കത്തിക്കുമ്പോൾ അനുതാപത്തിൻ്റെയൊക്കെ ഒരുക്കത്തിൻ്റെയൊക്കെ അടയാളമായിട്ട് ഇന്ന് നമ്മൾ റോസ് അല്ലെങ്കിൽ പിങ്ക് കളറൊക്കെയാണ് കത്തിക്കണേ. ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കാരണം നിങ്ങളുടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈ ഒരു സന്തോഷത്തിന് പകരം സംശയമാണ് നമ്മൾ കാണുന്നത്. കരുത്തനായിട്ടുള്ള വഴിതെളിക്കാൻ വന്ന ദൈവത്തിൻ്റെ ശബ്ദമെന്നറിയപ്പെടുന്ന സ്നാപക യോഹന്നാന് സംശയം, വരാനിരിക്കുന്നവൻ നീ തന്നെയാണ്. എത്ര ബലവാനാണെങ്കിലും ഒരു ജീവിതത്തിൽ ഇതുപോലെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സമയമുണ്ടെന്ന് പല വിശുദ്ധരുടെയും ജീവിതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഐ ഡൗട്ട് വെദർ ദർ ഈസ് ഗോഡ് ഓർ നോട്ട്. വിശുദ്ധ മദർ തെരേസ തൻ്റെ ഡയറിയിൽ കുറിച്ചു എന്ന് പറയപ്പെടുന്ന വാക്കുകളാണ്. ഐ ഡൗട്ട് വെദർ ദർ ഈസ് ഗോഡ് ഓർ നോട്ട്. ദൈവമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഈ അമ്മ 1 മണിക്കൂർ വീണ്ടും കർത്താവിൻ്റെ മുൻപിലിരിക്കും. പക്ഷെ കടന്നു പോകുന്ന ആ ഒരു മാനസിക സംഘർഷങ്ങളുടെ നേരത്ത് അറിയാതെ ചോദിച്ചു പോകുന്നത് സ്നാപക യോഹന്നാൻ അതാ കാണിക്കണേ. ശരിക്കും വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ? ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഒരു തച്ചപ്പണിക്കാരനെ ചൂണ്ടിക്കാണിച്ച് ഈ ഇത്രയും മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യരുടെ മുൻപിൽ വെച്ച് സാക്ഷ്യം കൊടുക്കുമ്പോൾ അയാൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഈ ആൾ തന്നെയാണ് വരാനിരിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയണത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. കാരണം സ്വർഗരാജ്യത്തിൽ ഒരാൾ എത്തിച്ചേരണമെങ്കിൽ ഒരു സംശയം ഇല്ലാതിരിക്കണം. കർത്താവിൽ ഒരു സംശയം ഇല്ലാത്ത ഒരാളെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുള്ളൂ. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്ന മനുഷ്യൻ ഇവിടെ സ്നാപക യോഹന്നാൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഒരാൾ എത്തിച്ചേരുമ്പോൾ അത് പരിപൂർണമായി എന്നെ വിശ്വസിച്ചിട്ടാണ് കയറണേ, എന്നെ ഒരു സംശയം ഇല്ലാഞ്ഞിട്ടാണ് കയറണേ. സ്നാപക യോഹന്നാൻ ഇവിടെ സംശയിച്ചിരിപ്പുണ്ട്. സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിരിക്കുമെന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാര്യം അതാണ്. 2-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. കാരണം കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ നിങ്ങളെ ജാഗരൂകതയോടെ ഇരിക്കാനാണ് പറയണേ. നിങ്ങൾ കാത്തിരിക്കാനാണ് പറയണേ. ക്ഷമയോടെ കാത്തിരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. പ്രതീക്ഷ കൈവടിയരുതെന്നാ പറയണേ. കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ഒരു സംശയവും പാടില്ല. സംശയം വന്നാൽ ആ സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനായിരിക്കാം. പക്ഷേ സ്വർഗരാജ്യത്തിൽ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും സ്നാപകനേക്കാൾ വലിയവനാണ്. കാരണം അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. 1-ാമത്തെ വായന അതാണ് നമ്മളോട് പറഞ്ഞു തരണത്. അവിടുന്ന് വരുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം നിങ്ങൾ ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തണം, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിച്ചു നിർത്തി പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ നീ വരുന്നുണ്ടല്ലോ, അതെത്ര വൈകിയാലും കർത്താവെ ഞങ്ങളുടെ കരങ്ങൾ തളരില്ല, ഞങ്ങളുടെ മുട്ടുകൾ അങ്ങ് വരുന്നത് വരെ ഞങ്ങൾ നേരെയാക്കില്ല. അവിടുത്തെ തിരുമുൻപിൽ അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല, ഒരു ഭാരവുമില്ല. അങ്ങ് വരുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു. വിളക്കിനോടൊപ്പം എണ്ണയും കരുതിയ ആ വിവേകമതികളായ കന്യകകളെ കണക്ക് കർത്താവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. ഒരു സംശയവും തോന്നാതെ. ചുറ്റും എന്തും നടന്നോട്ടെ, പക്ഷെ അവൻ വരിക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പോടെ. പ്രതിവചന സങ്കീർത്തനത്തിലെ ഏറ്റുപറച്ചിൽ അതാണ്, കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ഈ പ്രാർത്ഥനയായിരുന്നു ആദിമകാല ക്രിസ്ത്യാനികളുടെ ജീവശ്വാസം. അത് ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടാണ് അവരെല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചത്.
സ്നാപക യോഹന്നാൻ ഇങ്ങനെ ചുറ്റും കാണുന്ന ചില സൈൻസ്, ചില അടയാളങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ആള് ജയിലിൽ കിടക്കുന്നതെന്നൊക്കെയാണ് പറയണേ. ജയിലിൽ കിടക്കാണ്, സംശയം തോന്നാം, അത്രയ്ക്ക് ടോർച്ചറിങ് ആണ്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുടെ ബേസിൽ ഇങ്ങനെ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഒരു ഇത്തിരി പോലും കുറയാതെ ജീവിച്ച ആദിമകാല ക്രിസ്ത്യാനികളെ ഒന്ന് ഓർക്കണമെന്നുള്ളതാണ്. കർത്താവ് പറയുന്നുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തണം, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിച്ചു നിർത്തണം. രണ്ടാമത്തെ വായനയിൽ നമ്മൾ കേൾക്കും, നിങ്ങൾ ദൃഢചിത്തരായിരിക്കുവിൻ, കർത്താവിൻ്റെ ആഗമനം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. തമ്പുരാനെ, ഒരിത്തിരി പോലും സംശയങ്ങളില്ലാതെ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള സ്ഥൈര്യത്തിന്റെ കൃപ തരണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ ആശീർവാദത്തിനായി മുട്ടുന്നേൽ. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർമ്മലീത്ത സഭയിലെ ഉജ്ജ്വല പ്രഭാവനായ വിശുദ്ധൻ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഇങ്ങനെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് ഇങ്ങനെ ചേർന്ന് നിന്നൊരാൾ ശരിക്കും ദൈവദൂഷണമാണെന്ന് കരുതിയില്ലെങ്കിൽ പറയാം, ഇന്നത്തെ സുവിശേഷത്തിലെ സ്നാപക യോഹന്നാന് നേർ വിപരീതമായി നിൽക്കുന്നൊരു മനുഷ്യൻ. എത്ര പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടും, എത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നിട്ടും, ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടും ഇങ്ങനെ കർത്താവിനോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നിന്ന കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. ഈ വിശുദ്ധനായിരിക്കട്ടെ ഈ രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് അഗ്നി നൽകുന്നത്. ആ കർത്താവിനോട് ഇങ്ങനെ ചേർന്ന് നിന്ന് സ്വസ്ഥമായിട്ടുള്ള ഉറക്കത്തിലേക്കും ജീവിതത്തിലേക്കും നമുക്കായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.